എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക്, ഈ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിനും നമ്മുടെ വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. പല കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വേൾഡ് മാപ്പ് ഒന്ന് പരിചയപ്പെടുക. ഇവിടെ നമുക്ക് 7 കോണ്ടിനെൻറ്റുകളാണുള്ളത്. ഇതാ ഈ പച്ച നിറത്തിൽ നമുക്കിവിടെ കാണുന്നത് നോർത്ത് അമേരിക്കയാണ്. ഒരു ലൈറ്റ് പച്ചയിൽ സൗത്ത് അമേരിക്ക. പിന്നെ നമുക്ക് ഇവിടെ യെല്ലോ നിറത്തിൽ യൂറോപ്പ് കാണാം, റെഡിൽ ആഫ്രിക്ക കാണാം, ഓറഞ്ചിൽ ഏഷ്യ കാണാം, ഒരു വയലറ്റ് കളറിൽ നമുക്ക് ഓസ്ട്രേലിയ, പിന്നെ ഇതാ ഇവിടെ ബ്ലൂ കളറിൽ നമ്മുടെ അന്റാർട്ടിക്ക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടിനെൻറ്റുകൾ വരുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുറേ ഓഷ്യൻസുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിങ്ങനെ ഒരു പിക്ചർ വരികയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൂടെ ഇക്വേറ്റർ പോകുന്നു. ഇക്വേറ്ററിൻ്റെ ഈ ഭാഗത്തായിട്ട് നോർത്ത് അമേരിക്ക, ഇവിടെയായിട്ട് സൗത്ത് അമേരിക്ക, പിന്നെ ഇക്വേറ്ററിൽ കൂടെ തന്നെ ആയിട്ട് കിടക്കുന്ന ആഫ്രിക്ക ഉണ്ട്, ഏഷ്യയുടെ കുറച്ച് വലുതാണ് ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയുണ്ട്, പിന്നെ ഓസ്ട്രേലിയ, ഇവിടെ അന്റാർട്ടിക്ക, പിന്നെ ഇവിടെ യൂറോപ്പ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വേൾഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ നോക്കാം. അപ്പോൾ ഇവിടെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ്റെ മാപ്പ് ഉണ്ട്. പേജ് നമ്പർ 38 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 2.2 കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസുകൾ ഷെയ്ഡ് ചെയ്തിട്ട് കാണാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമാറ്റിക് സോണാണ്. അപ്പോൾ ഏകദേശം 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തും, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 വരെ, 30 നോർത്ത് 30 സൗത്ത്, ഇതിൻ്റെ ഇടയിലാണ് ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ദ ക്ലൈമാറ്റിക് റീജിയൻ ടു വിച്ച് ഇന്ത്യ ബിലോങ്സ്. ഇന്ത്യ ഉൾപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? ഇന്ത്യ ഉൾപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ മൺസൂൺ ആണ്. ഏഷ്യയിലെ ഈ മൺസൂണിൻ്റെ ഈ ഭാഗം കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി, ഉത്തരമായി. അടുത്തത്, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ നോർത്ത് അമേരിക്ക വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് ആർ മോർ കോമൺ. എവർഗ്രീൻ ട്രീസും ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസും ഒക്കെ വളരെ കോമൺ ആയി കാണപ്പെടുന്ന നോർത്ത് അമേരിക്കയിലെ ഒരു ക്ലൈമാറ്റിക് റീജിയൻ അടയാളപ്പെടുത്തുക എന്ന്. അതിൻ്റെ ഉത്തരം മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, നോർത്ത് അമേരിക്കയിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനാണ്. അത് ഇതാണ്, കണ്ടോ? നോർത്ത് അമേരിക്കയിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ലാസ്റ്റിലുള്ളതാണ്. കണ്ടോ, ഈ 23.5 ഡിഗ്രിയുടെ താഴെയായിട്ടാണ്, നോർത്തിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ സൗത്ത് അമേരിക്ക വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡസ് ട്രീസ് ആർ മോർ കോമൺ. സൗത്ത് അമേരിക്കയിൽ എവർഗ്രീൻ ട്രീസും ട്രോപ്പിക്കൽ ഡെസിഡസ് ട്രീസും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് അമേരിക്കയിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനാണ്. അത് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തുമായിട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ആഫ്രിക്ക വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് ആർ മോർ കോമൺ. ആഫ്രിക്കയിൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് കാണപ്പെടുന്ന ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനാണ്. ആഫ്രിക്കയിലെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞില്ല, ഇന്ത്യ വരുന്ന ക്ലൈമാറ്റിക് റീജിയൻ മൺസൂണാണ്. അത് SSLCക്ക് 2025-26 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ഏഷ്യ വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് ആർ മോർ കോമൺ. ഏഷ്യയിൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് കൂടുതൽ കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? അതായത് ഏഷ്യയുടെ ഭാഗത്തുള്ള മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ അടയാളപ്പെടുത്തിയതാണ് അത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്, എ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ഓസ്ട്രേലിയ വേർ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് ആർ മോർ കോമൺ. അതായത് ഓസ്ട്രേലിയയിൽ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് കൂടുതൽ കാണപ്പെടുന്നത് ഏതിലാണെന്ന്. അപ്പോൾ ഓസ്ട്രേലിയയുടെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഇതാണ്. അപ്പം ഇവിടെ വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ്? എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ്. ഓക്കെ, ഇന്ത്യ വരുന്നത് ഇവിടെയൊക്കെ എവർഗ്രീൻ ആൻഡ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ട്രീസ് അല്ലേ? എവർഗ്രീൻ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മൺസൂൺ ആണെന്ന് മനസ്സിലാക്കുക. മൺസൂൺ എവിടേക്കാണുള്ളതെന്ന് നോക്കുക.
അതിൽ ഏത് മൺസൂണാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. നോർത്ത് അമേരിക്കയിലെ മൺസൂണാണോ, സൗത്ത് അമേരിക്കയിലെ മൺസൂണാണോ, ആഫ്രിക്കയിലെ മൺസൂണാണോ, ഏഷ്യയിലെ മൺസൂണാണോ, ഓസ്ട്രേലിയയിലെ മൺസൂണാണോ? യൂറോപ്പിൽ മൺസൂൺ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ചിത്രം കറക്റ്റ് നോക്കി അതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തത് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ആണ്. സാവന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാവന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളാണ്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡാണ്. അപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അത് 23.5 ഡിഗ്രീൻ്റെ ഉള്ളിലാണ് വരിക. കണ്ട 23.5 ഡിഗ്രിയുടെ ഉള്ളിൽ തന്നെയാണ് അത് വരുന്നത്. സൗത്തിനും 23.5 ഡിഗ്രി സൗത്തിനും 23.5 ഡിഗ്രി നോർത്തിനും ഇടയിൽ. കുറച്ചത് സൗത്തിൽ മാറുന്നുണ്ട്, എങ്കിലും ട്രോപ്പിക്കലാണ്. ഈ പച്ച നിറത്തിലൊക്കെ അടയാളപ്പെടുത്തിയതാണ്. ഇത് എവിടെയൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ലാനോസ്, അതുപോലെ തന്നെ കാംബോസ്, സാവന്ന, ഓസ്ട്രേലിയ. കോമൺലി നമ്മൾ സാവന്ന എന്ന് വിളിക്കും, പക്ഷേ എക്സാക്റ്റ് ആയിട്ട് സാവന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഗ്രാസ് ലാൻഡാണ് സാവന്ന. പക്ഷേ കോമൺ ആയിട്ട് ഇതിനെല്ലാത്തിനെയും നമ്മൾ സാവന്ന എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ചിത്രം നോക്കുക, പേജ് നമ്പർ 40 ഫിഗർ 2.4 ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്: ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് കണ്ടാൽ തന്നെ സാവന്ന എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ വെനസ്വേലയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ലാനോസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ഇൻ വെനസ്വേലയിലെ സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ലാനോസ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ലാനോസ് ഏതാണ് നിങ്ങൾക്കറിയാം, ഇതാണ് ലാനോസ് അല്ലേ, ഈ ഭാഗമാണ് ലാനോസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലാനോസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. വീണ്ടും ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന്. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാവന്ന ഉറപ്പിക്കാം. അപ്പോൾ പിന്നെ ചോദിച്ചാൽ സൗത്ത് ബ്രസീലിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, അല്ലെങ്കിൽ കാംബോസ് എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, അല്ലെങ്കിൽ പറയുകയാണ് സൗത്ത് ബ്രസീലിലെ സാവന്ന എന്ന് പറയുന്ന ക്ലൈമാറ്റിക് റീജിയൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് സൗത്ത് അമേരിക്കയിലെ കാംബോസ് ആണ് അത് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. മൊത്തത്തിൽ ആഫ്രിക്കയിലെ ആണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉള്ളത്. അവിടുത്തെ പേരാണ് ശരിക്കും സാവന്ന. ബാക്കിയുള്ളവരെ സ്ഥലത്ത് ലാനോസും കാംബോസും എന്നൊക്കെ വിളിക്കുമെങ്കിൽ അതൊക്കെ എന്താണ്, സാവന്ന തന്നെയാണ്. അപ്പോൾ ഇതാണ് സാവന്ന. ഈ ഭാഗം ഷെയ്ഡ് ചെയ്യുക, ആഫ്രിക്കയുടെ ഒരു സെൻട്രൽ പോർഷൻ ഷെയ്ഡ് ചെയ്യുക, ഇതാണ്. അപ്പോൾ സാവന്ന എന്ന് എഴുതാം. അടുത്തത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് റീജിയൻ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ സാവന്നയുടെ ഭാഗം അടയാളപ്പെടുത്തുന്നത് ഏകദേശം 23.5 ഡിഗ്രിയിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നോക്കുക, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഹോട്ട് ഡെസേർട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഏരിയയിൽ നിന്ന് പരീക്ഷയ്ക്ക് സാധ്യത വളരെ ഏറെയാണ്. നോക്കൂ, ഇതൊക്കെയാണ് ഡെസേർട്ടുകൾ, ഹോട്ട് ഡെസേർട്ടുകളാണ്. ഹോട്ട് ഡെസേർട്ടുകൾ എന്ന് പറയുമ്പോൾ മാക്സിമം ഇത് 30 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ 30 ഡിഗ്രി സൗത്ത്, ഇതാണ് മാക്സിമം ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരിക. ഹോട്ട് ഡെസേർട്ടുകളാണല്ലോ. അപ്പം ഇത് നോർത്ത് അമേരിക്കയിലുണ്ട്, സൗത്ത് അമേരിക്കയിൽ കാണാം അറ്റക്കാമ ദാ ഇവിടെയാണ്, അറ്റക്കാമ കാണാം. പിന്നെ നിങ്ങൾക്ക് നമീബ്, ആഫ്രിക്കയിൽ കൽഹാരി, പിന്നെ ആഫ്രിക്കയിൽ സഹാറ ഡെസേർട്ട് ഉണ്ട്. ഏഷ്യയിലാണെങ്കിൽ അറേബ്യൻ ഡെസേർട്ട്, ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ ഡെസേർട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഡെസേർട്ടുകൾ പറ്റിയിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഹോട്ട് ഡെസേർട്ടുകളാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് പേജ് നമ്പർ 42 നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ചിത്രമാണ്. പേജ് നമ്പർ 42 നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുക. അപ്പം നമുക്ക് നോക്കാം. ഫിഗർ 2.6 ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഹോട്ട് ഡെസേർട്ട് റീജിയൻ ഇൻ നോർത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് റീജിയൻ ഇതാണ്. ഈ വെസ്റ്റേൺ സൈഡ്, നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിലുള്ള ഈ ഒരു മൂലക്കയിലാണ് ഇത് വരുന്നത്. അടുത്തത് ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അറ്റക്കാമയാണ്. അറ്റക്കാമ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇതാണ് അറ്റക്കാമ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ലാർജസ്റ്റ്
ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് സഹാറയാണ്. സഹാറ ഏതാ? ആഫ്രിക്കയുടെ ഭാഗത്ത് ഇങ്ങനെ ഏറ്റവും വലുതായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം നിങ്ങൾക്ക്. ദ ഹോട്ട് ഡെസേർട്ട് ഓഫ് ആഫ്രിക്ക ക്രോസ്ഡ് ബൈ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്ന ആഫ്രിക്കയിലെ, അത് ക്രോസ് ചെയ്യുന്ന ആഫ്രിക്കയിലെ ഡെസേർട്ട് ഏതാണെന്ന്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി ആണ്. 23.5 ഡിഗ്രി സൗത്താണ്. ഇതാണ് ഞാൻ ഈ ഇപ്പോൾ അണ്ടർലൈൻ ഇപ്പോൾ വരച്ച ഭാഗമാണ്. ഈ ഭാഗമാണ് ഇപ്പോൾ ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട്. അത് ആഫ്രിക്കയിലെ നമീബിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അറ്റക്കാമയിലൂടെയും കടന്നു പോകുന്നുണ്ട് കേട്ടോ. ആഫ്രിക്കയാണ് ഇവിടെ ചോദിച്ചത്. ആഫ്രിക്ക ചോദിച്ചു കഴിഞ്ഞാൽ നമീബ് എഴുതാം. സൗത്ത് അമേരിക്ക ചോദിച്ചാൽ അറ്റക്കാമ എഴുതാം. ഓക്കെ, അടുത്ത നിങ്ങളോട് ചോദിക്കുകയാണ് ദ ഹോട്ട് ഡെസേർട്ട് ഇൻഹാബിറ്റഡ് ബൈ ദ ബുഷ്മൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത് ഏതാണ്? കൽഹാരി ഡെസേർട്ടിലാണ്. കൽഹാരി ഡെസേർട്ട് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ കൽഹാരി ഡെസേർട്ട് ഇതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം. ദ ഹോട്ട് ഡെസേർട്ട് ഇൻ ഏഷ്യയിലെ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അറേബ്യൻ ഡെസേർട്ടാണ്. ഇതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മാർക്ക് ദ ഹോട്ട് ഡെസേർട്ട് ഇൻ ഓസ്ട്രേലിയയിലെ ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ്. സദേൺ ഹെമിസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റഗാമയുണ്ട്, നമീബ് ഉണ്ട്, കൽഹാരി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ വെച്ച് തന്നെ ഏറ്റവും വലുത് ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ്. ഇത്രയും പോർഷൻ ഡെസേർട്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിരിക്കും. അടുത്തൊരു ഏരിയയാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ക്ലൈമാറ്റിക് റീജിയൻ ഒന്ന് നോക്കി വെക്കുക. കണ്ടോ, നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗം, സൗത്ത് അമേരിക്കയുടെ ഈ ഭാഗം, ആഫ്രിക്കയുടെ ഈ അറ്റം. പിന്നെ ഏറ്റവും മെയിനായിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് പഠിക്കുക. ഈ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്, അത് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഇതിൻ്റെ മൂന്നിൻ്റെയും നടുവിലായിട്ടുള്ള ഈ ഒരു ചെറിയ പോർഷനാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ സീയുടെ നടുക്കാണ്, ഈ മെഡിറ്ററേനിയൻ സീ ഈ 3 കോണ്ടിനെൻറ്റുകളെയും സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരു കടലാണ്. ആ കടലിൻ്റെ ചുറ്റുമുള്ള ഭാഗമാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയാം. പക്ഷേ അതേ ക്ലൈമാറ്റിക് റീജിയൻ നമുക്ക് സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവയെ കോമൺലി നമ്മൾ വിളിച്ച പേരാണ് ഏതെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ നേരത്തെ നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞു. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഏകദേശം 23.5 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി വരെയാണ്. അതിൻ്റെ മേലേക്കാണ് ഇത് വരുന്നത്. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ ഇതിൻ്റെ താഴോട്ടേക്ക്, നോർത്ത് ഹെമിസ്ഫിയറിലാണെങ്കിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ഈ 23.5 ഡിഗ്രി സൗത്തിൻ്റെ താഴോട്ടേക്ക്, നോർത്ത് ഹെമിസ്ഫിയർ ആണെങ്കിൽ 23.5 ഡിഗ്രി നോർത്തിൻ്റെ മേലോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ നോർത്ത് അമേരിക്കയിലെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? ഇതാണ് ഒരു ചെറിയ ഭാഗം. എന്തായാലും 23.5 ഡിഗ്രിയുടെ മേലെയുള്ള നോർത്ത് അമേരിക്കയുടെ കുറച്ച് പോർഷൻസ്. അടുത്തത് ചോദിക്കാം, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ സൗത്ത് അമേരിക്കയിലെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി സൗത്തിലെ ഈ ഒരു ചെറിയ പോർഷൻ. അപ്പോൾ ഇതിന് പുറത്താണ് കേട്ടോ, ഇതിന് അകത്തേക്കല്ല, ഈ 23.5 ഡിഗ്രീസിൻ്റെ ഉള്ളിലേക്കല്ല. അടുത്ത നിങ്ങളോട് ചോദിക്കാം, മാർക്ക് ദ ക്ലൈമാറ്റിക് റീജിയൻ അറൗണ്ട് ദ മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള ക്ലൈമാറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെഡിറ്ററേനിയൻ സീ. ഇതിൻ്റെ ചുറ്റിലുമുള്ളത് ഏഷ്യയുടെ ഭാഗത്തുണ്ട്, യൂറോപ്പിൻ്റെ ഭാഗത്തുണ്ട്. അങ്ങനെ ഈ മൂന്നിൻ്റെയും ഭാഗത്ത് ഇങ്ങനെ ഇതിൻ്റെ അരികുകളാണ് എന്തെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ദ ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിട്രസ് ഫ്രൂട്ട്സ്. ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണെന്ന്. അത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനാണ്. സറൗണ്ടിങ് ദ മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റിലുമുള്ള, ഈ അടയാളപ്പെടുത്തില്ലേ, ഇതിന് ചുറ്റിലുമുള്ള ക്ലൈമാറ്റിക് റീജിയനാണ്. അതായത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റിലുമുള്ള മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം. മാർക്ക് ദ മേജർ വൈൻ പ്രൊഡ്യൂസിങ് ക്ലൈമാറ്റിക് റീജിയൻ. ഏറ്റവും കൂടുതൽ വൈന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? അതും ഏതുതന്നെയാണ്? ഈ മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റിലുമുള്ള മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യം 3 ചോദ്യങ്ങൾ, 3, 4, 5 ചോദ്യങ്ങൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അടുത്തത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇത് ഈ അറ്റത്ത് കണ്ടോ, ഈ മൂലയിലാണ് കിടക്കുന്നത്. ഇത്രയാണ്. ഓസ്ട്രേലിയയിലും ബാക്കി ഭാഗങ്ങളിലൊന്നും എന്തില്ല, ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇല്ല. അടുത്ത നിങ്ങളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കുക, അത് ഈ പറഞ്ഞ പോലെ തന്നെ 23.5 ഡിഗ്രിയുടെ മേലേക്ക് എത്തി.
നോർത്തിലാണെങ്കിൽ, സൗത്തിലാണെങ്കിൽ 23.5 ഡിഗ്രി സൗത്തിൻ്റെ താഴോട്ടേക്ക് എത്തി. ഇവിടെ പേരുകളുണ്ട്. നോർത്ത് അമേരിക്കയിലാണെങ്കിൽ പ്രയറി എന്നും, സൗത്ത് അമേരിക്കയിലാണെങ്കിൽ പമ്പാസ് എന്നും, ആഫ്രിക്കയിൽ വെൽഡ്, യൂറോപ്പ്, ഏഷ്യ അതിന് നമുക്ക് കോമൺ ആയിട്ട് യുറേഷ്യ എന്ന് പറയാം. യുറേഷ്യയിലാണെങ്കിൽ സ്റ്റെപ്പി, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് സ്റ്റെപ്പി, അതാണ് ഏറ്റവും വലുത്. പിന്നെ ഓസ്ട്രേലിയയിൽ ഡൗൺസ്. ഇങ്ങനെ 5 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ പേജ് നമ്പർ 46 ഫിഗർ 2.11 പറയുന്നത് ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് റീജിയൻ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ ഗ്രാസ്ലാൻഡ് റീജിയൻ പ്രത്യേകം പറഞ്ഞു, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. നേരത്തെ പറഞ്ഞത് ഹോട്ട് ഗ്രാസ്ലാൻഡ് ആണ്, ഹോട്ടല്ല, അല്ല ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് എന്ന് പറഞ്ഞു, അതല്ല. ഇവിടെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തിലേക്ക് എത്തി? 23.5 ഡിഗ്രീസിൻ്റെ മേലോട്ടേക്ക് എത്തി. അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള ഈ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അറിയപ്പെടുന്ന പേരെന്താണ്? പ്രയറി എന്നാണ്. അപ്പോൾ പ്രയറിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഒരു നോർത്ത് അമേരിക്കയുടെ ഇവിടെ ഒരു ഇത്രയും പോർഷൻ എന്താണ്? ഈ പ്രയറിയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം വരാം, ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് റീജിയൻ ഈ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഏതാണ്? അത് പാമ്പാസ് ആണ്. അതായത് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ പാമ്പാസ് എന്ന് പറയുന്നതും 23.5 ഡിഗ്രി സൗത്തിൻ്റെ താഴെയാണ് വരുന്നത്. അടുത്ത നിങ്ങളോട് ചോദിക്കാം, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്, അപ്പോൾ ആഫ്രിക്കയുടെ ഏറ്റവും താഴെ ആയിരിക്കും അല്ലേ? ഇതാണ് വെൽഡാണ്, ഇവിടെയാണ് 23.5 ഡിഗ്രിയുടെ ശേഷമാണ് വരുന്നത്. അടുത്ത ചോദിക്കാൻ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ. 2025-26 എക്സാമിൽ വന്നതാണ് സ്റ്റെപ്പി. ഏഷ്യയിലെ ഏതാണ്? സ്റ്റെപ്പിയാണ് അല്ലേ? ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലും വ്യാപിക്കുന്നുണ്ട്. അതിൽ മേജർ പോർഷൻ എവിടെയാണ്? ഏഷ്യയിൽ തന്നെയാണ്. മേജർ പോർഷൻ ഏഷ്യയിലാണ്, യൂറോപ്പിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഏഷ്യയിലുള്ളതാണ് സ്റ്റെപ്പി എന്ന് പറയുന്നത്. ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. അത് ഓസ്ട്രേലിയയിലുള്ളത് ഡൗൺസ് ആണ്. ഓസ്ട്രേലിയയുടെ ഈ ഇത്രയും ഭാഗം നമ്മൾ ഓസ്ട്രേലിയ എന്ത് അടയാളപ്പെടുത്തുന്നു? ഡെസേർട്ടാണ്. ഇത് ഡൗൺസ് മാത്രമാണ്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഭാഗത്തുനിന്നും പരീക്ഷയ്ക്ക് വളരെയധികം ചാൻസ് ഉണ്ട്. കാര്യം വ്യത്യസ്ത പേരുകളല്ലേ, ഇവിടുന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇനി അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് കണ്ടു. നേരത്തെ നമ്മൾ ഗ്രാസ്ലാൻഡ് സാവന്ന കണ്ടപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ആണ്. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് എന്നാണ് സാവന്നയുടെ ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ഇവിടെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ആണ്. അടുത്തത് ടൈഗയാണ്. ടൈഗ വെരി സിമ്പിൾ. ടൈഗ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ് ടൈഗ. കണ്ടില്ല, പേജ് നമ്പർ 49 ഫിഗർ 2.12 ആണ്. നോർത്ത് അമേരിക്കയിലുണ്ട്. ഏകദേശം കണ്ടോ ഒരു 55 ഡിഗ്രിയുടെ മേലേക്ക് എത്തി. 55 ഡിഗ്രിയുടെ മേലേക്ക് എത്തി നോർത്ത് ഹെമിസ്ഫിയറിൽ, അതിൻ്റെ മേലെയാണ്. പിന്നെ ഒരു മീൻ ഷേപ്പിൽ കിടക്കുന്ന കണ്ടില്ലേ, നമ്മുടെ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട്, യുറേഷ്യയിലായിട്ട് ഇങ്ങനെ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈഗ റീജിയനെ പറ്റിയിട്ടും പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ടൈഗ റീജിയൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ നോർത്ത് അമേരിക്ക ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ 55 ഡിഗ്രിക്കും അതുപോലെ തന്നെ 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും ഇടയിൽ കാണപ്പെടുന്നത് ഏതാണ്? ടൈഗ റീജിയനാണ്. നോർത്ത് അമേരിക്കയിലെ കണ്ടോ, നോർത്ത് അമേരിക്കയിലെ ടൈഗ റീജിയനാണ് അത് ഉദ്ദേശിച്ചത്. നോർത്ത് അമേരിക്കയിലെ ടൈഗ റീജിയൻ. ഓക്കെ, ദ ക്ലൈമാറ്റിക് റീജിയൻ എക്സ്റ്റെൻഡിങ് അക്രോസ് ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഭാഗവും എന്താണ് യൂറോപ്പിലും ഏഷ്യയിലും ഉണ്ട്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് യൂറോപ്പിലും ഏഷ്യയിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അത് ഏഷ്യയിലായിരുന്നു. പക്ഷേ ഇത് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് ടൈഗ നോക്കുകയാണെങ്കിൽ ടൈഗയാണ്. അത് ഇത്രയും കിടക്കുന്നുണ്ട്, ഇത്രയും ഏരിയ. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അടുത്ത നിങ്ങളോട് ചോദിക്കുക, സൗത്ത് അമേരിക്കയിലേക്ക് ഈ ടൈഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആലോചിക്കാൻ വേണ്ട, ഈ ഭാഗത്ത് ഇല്ല. ഓക്കെ, അടുത്തത് ദ ക്ലൈമാറ്റിക് റീജിയൻ വേർ ദ കോണിഫറസ് ട്രീ എവർഗ്രീൻ ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബൻഡൻസ്. ഏറ്റവും കൂടുതൽ അബൻഡൻസായി വളരെയധികം കോണിഫറസ് എവർഗ്രീൻ ട്രീ കാണപ്പെടുന്നത് എവിടെയാണ്? ടൈഗയിലാണ്, ഇവിടെയാണ്. അതും ഈ ഭാഗത്താണ്, ഈ പറഞ്ഞ ഏഷ്യ യൂറോപ്പിൻ്റെ ഭാഗത്താണ് ഈ പറയുന്ന എന്തുള്ളത് കോണിഫറസ് ട്രീസ് അധികം ഉള്ളത്. ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ പറയുന്ന 55 ഡിഗ്രി 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? ടൈഗ റീജിയൻ തന്നെയാണ്. ടൈഗ ഇവിടെയുണ്ട്. നമുക്ക് രണ്ട് ഭാഗത്തായിട്ടും അടയാളപ്പെടുത്താം. അപ്പം ഈ ടൈഗ എന്നുള്ള പേര് വരാൻ തന്നെ റഷ്യൻ ഭാഷയിൽ കോണിഫറസ് ട്രീസിനെ വിളിക്കുന്ന പേരാണ് ടൈഗ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ റഷ്യയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക്
ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ പക്ഷേ മൂന്നാമത്തെ പാഠത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് ഈ പാഠത്തിൽ നോക്കാം. പേജ് നമ്പർ 59 മൂന്നാമത്തെ ചാപ്റ്ററിൽ 3.3 എന്ന് പറഞ്ഞ ഫിഗറിലാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ തപ്പിയാൽ കിട്ടില്ല. ഇത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലും പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനും തുന്ദ്ര റീജിയനും കൂടി അടയാളപ്പെടുത്താണ്ടായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ചാപ്റ്ററിൽ ഇത് മാത്രം പറയുന്നു. ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഇതാണ് 0 ഡിഗ്രിയാണ്. അപ്പോൾ അതിന്മേൽ തട്ടി നിൽക്കുന്ന, ഇപ്പോൾ ഇവിടെ ആമസോൺ ബേസിൻ ഉണ്ട്, ആമസോൺ ബേസിൻ, അതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്കയുടെ സെൻട്രൽ പോർഷൻ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗം, ഇത് ഈ ഇത്രയും ഭാഗങ്ങൾ എന്താണ് ഈ പറയുന്നത് ഏഷ്യയുടെ മേജർ ഭാഗങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഇക്വേറ്റോറിയൽ റീജിയൻസ് ആണ്. എന്നാൽ അതായത് ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിട്ട് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗത്തായിട്ട് കിടക്കുകയാണ്. ഇത്രയും ഭാഗങ്ങളിലാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാപ്പ് പറയാനുള്ളത്. ഈ മാപ്പ് എൻ്റെ ഓൺ പ്രൊഡക്റ്റ് അല്ല, മീൻസ് എനിക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അവരുടെ ഒരു അഡ്രസ്സ് കൂടി എഴുതുന്നുണ്ട്. എനിക്ക് ബയോവിഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗിൽ നിന്നാണ്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബയോവിഷൻ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് കാണാം. അതിൽ ഒരുപാട് നല്ല അധ്യാപകർ, നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള അധ്യാപകർ പല വിഷയങ്ങൾ, നിങ്ങളുടെ SSLC മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ സബ്ജക്റ്റുകളാണെങ്കിലും അവയുടെ നോട്ടുകൾ, അവയുടെ പഠന സഹായികൾ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്, ഒരു ബ്ലോഗാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ഉപകാരപ്പെടുന്ന ഒരു ബ്ലോഗാണ്. അപ്പം അതിൽ ഓരോ അധ്യാപകർ തയ്യാറാക്കുന്ന പല മെറ്റീരിയലുകളുണ്ട്. അതിൽ നിന്ന് ഞാനൊരു മാപ്പിൻ്റെ മെറ്റീരിയൽ എടുത്ത് പഠിച്ചെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പ് അവരുടെ ഈ ബയോവിഷൻ ബ്ലോഗ് സ്പോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കിയ അധ്യാപകന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബയോവിഷനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇത് തയ്യാറാക്കിയ അധ്യാപകൻ്റെ പേര് ഞാൻ ഇവിടെ മായ്ച്ചു കളഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് അവരുടെ സമ്മതമില്ലാതെ എൻ്റെ ചാനലിലൂടെ പുറത്തുവിടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു പബ്ലിക് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ മാത്രം ഞാൻ വെച്ചത്. നിങ്ങൾക്ക് ഇതേ മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോവിഷൻ്റെ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം അവരോടുള്ളൊരു നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാര്യം കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസുകൾ അവരിറക്കുന്നു, വർഷങ്ങളായിട്ട് അവരിറക്കുന്നുണ്ട്. അതൊരു അധ്യാപകരുടെ ഒക്കെ കൂട്ടായ്മയാണ്. അപ്പം ആ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.